ഹായ് ഗൈസ്, നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് സിനിമയാണ് കറാട്ടെ കിഡ്. ആ കറാട്ടെ കിഡ് സിനിമേന്റെ ഒരു സീക്വൽ സിനിമയാണ് കറാട്ടെ കിഡ് ലെജൻഡ്സ്. ആ സിനിമേന്റെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ട്രെയിലറിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ട്രെയിലറിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ മിസ്റ്റർ ഹാൻ, അതായത് ജാക്കി ചാന്റെ കുൻഫു ജോഡോ, അതായത് കുൻഫു സ്കൂളിനെ കാണിക്കുന്നുണ്ട്. സോ അതിൽ എത്ര പേര് ഈ സീന് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. പഴയ കറാട്ടെ കിഡ് സിനിമയിലെ ജാക്കറ്റ് ട്രെയിനിങ്, സോ അതിന് ഈ സ്കൂളിൽ മെയിൻ ട്രെയിനിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അതിന് തന്നെ നമുക്ക് ഈ സീനിൽ കാണാം. ലീ ഫാങ് അവന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം അമേരിക്കയിലോട്ട് പഠിക്കാൻ പോണത്, അതായത് ന്യൂയോർക്കിലേക്ക് പഠിക്കാൻ പോണതാണ് ഈ സിനിമയുടെ കഥ. അവൻ അവന്റെ അച്ഛന്റെ മരണത്തിന്റെ ഡിപ്രഷനിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയായിരിക്കും അവൻ ന്യൂയോർക്കിൽ പോയി പഠിക്കാൻ പോണത്. സോ ന്യൂയോർക്കിൽ വെച്ചായിരിക്കും ലീ ഫാങ് അവന്റെ പുതിയൊരു ഗേൾ ഫ്രണ്ടിനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഗേൾ ഫ്രണ്ട് അവന് സെറ്റ് ആവുന്നത്. പഴയ സിനിമ പോലെ തന്നെ ആയിരിക്കും ഈ ബുള്ളീസ് വേഴ്സസ് ഹീറോ ഫൈറ്റ്. സോ അവിടെ നിന്നായിരിക്കും ഈ പ്രശ്നം തുടങ്ങുന്നത്. അതായിരിക്കും ഈ സിനിമേന്റെ ഒരു മെയിൻ കോർ. ഈ ഫൈറ്റിംഗ് ടൂർണമെന്റ് പോകാൻ വേണ്ടിയുള്ള മെയിൻ കോർ അവിടെ വെച്ചായിരിക്കാം. ഈ സിനിമ പഴയ കറാട്ടെ കിഡിന്റെ ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. അതിൽ ജേഡൻ സ്മിത്ത് വന്ന് യു എസിൽ നിന്ന് ചൈനയിലോട്ട് വരും. ഈ സിനിമ ലീ ഫാങ് വന്ന് ചൈനയിൽ നിന്ന് യു എസിലോട്ട് പോണ്. അതിൽ ജേഡൻ സ്മിത്തിനൊക്കെ ഒന്നും അറിയത്തില്ല, കുൻഫു കറാട്ടെ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇത് ലീ ഫാങ്ങിന് കുൻഫു അറിയാം, പക്ഷെ കറാട്ടെ അറിയത്തില്ല. ഇവന് നന്നായിട്ട് കുൻഫു അറിഞ്ഞാലും ഇവൻ നന്നായിട്ട് അടി വായിക്കണ പോലെയാണ് കാണുന്നത്. അവന്റെ കണ്ണാരും അടിച്ച് പഴിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടിക്ക് ശേഷമായിരിക്കാം അവൻ ഈ കറാട്ടെ ടൂർണമെന്റിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ കറാട്ടെ ടൂർണമെന്റ് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ജാക്കി ചാൻ ചൈനയിൽ നിന്ന് അമേരിക്കയിലോട്ട് പറഞ്ഞത്. ഇപ്പോഴായിരിക്കാം ജാക്കി ചാൻ ഈ പഴയ കറാട്ടെ കിഡ് ആയ ഡാനിയൽ പുള്ളിക്കാരനെ ലീ ഫാങ്ങിനെ ട്രെയിൻ ചെയ്യാൻ, കറാട്ടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഈ ട്രെയിനിങ് സീക്വൻസിൽ തന്നെ നമുക്ക് ലീ ഫാങ്ങും ഡാനിയലും ചേർന്ന് കറാട്ടെ ട്രെയിനിങ് എടുക്കണം നമുക്ക് കാണാം. ഈ ചേസിങ്ങിലാണെങ്കിൽ നമുക്ക് നോക്കാം, ഈ ലീ ഫാങ് വന്നിട്ട് ഈ പഴയ ജാക്കി ചാൻ സിനിമയിലൊക്കെ ഉള്ള പോലെ ഈ എൻവിറോൺമെന്റൽ ഈ ഓബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് എത്തിച്ചാടി പാർക്കോർ ചെയ്ത് അടിക്കണ പോലത്തെ ഒരു ഫൈറ്റിംഗ് സീനാണ് നമുക്കിവിടെ കാണുന്നത്. കിട്ടിയ റിപ്പോർട്ട്സ് വെച്ച് ഈ സിനിമയിലെ സ്റ്റണ്ട് ടീം വന്ന് ജാക്കി ചാന്റെ സ്വന്തം സ്റ്റണ്ട് ടീമാണ്. സോ അത് വെച്ച് തന്നെ നമുക്കറിയാം ഈ സിനിമയുടെ സ്റ്റണ്ട് എത്ര ക്വാളിറ്റി ആയിരിക്കുമെന്ന്. ഈ സിനിമയിൽ ഡാനിയൽ വന്നിട്ട് ഒരു പിസ്സ ഷോപ്പിൽ വർക്ക് ചെയ്യണ പോലെയാണ് പറയണത്. ചിലപ്പം ആ പിറകിരിക്കണം ആ കടയായിരിക്കാം ആ ഷോപ്പ്. ഇവിടെ ഡാനിയൽ ലീ ഫാങ്ങിന് ഒരു ബാൻഡർ കൊടുക്കുകയാണ്, തലയിൽ കെട്ടുന്ന ബാൻഡർ. ആ ബാൻഡറിൽ നമുക്കൊരു മരത്തിനെ കാണാം. അപ്പോൾ അവിടെ ഒരു ഡയലോഗ് വരെയാണ്, 2 branches 1 tree എന്ന്. ചിലപ്പം 2 branches എന്ന് പറയുന്നത് കറാട്ടേനെയും കുൻഫുവിനെ ആയിരിക്കാം, 1 tree എന്ന് പറയുന്നത് ലീ ഫാങ്ങിനെ ആയിരിക്കാം. ഈ സീനായിരിക്കാം ലീ ഫാങ്ങിന്റെ ഫസ്റ്റ് ഫൈറ്റ്. സോ ഇവിടെ നമുക്ക് കാണാം ബാക്കിയുള്ള ഫൈറ്റേഴ്സ് എല്ലാം ഈ കറാട്ടയുടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ലീ ഫാങ് വന്നിട്ട് ഒരു സാധാ കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ ഈ ഫൈറ്റ് നടന്നിട്ടിരിക്കുമ്പോഴായിരിക്കാം ഈ ബുള്ളീസ് ഒക്കെ ലീ ഫാങ്ങിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പം മിസ്റ്റർ ഹാനും ഡാനിയലും ചേർന്ന് ലീ ഫാങ്ങിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനായിരിക്കും ഇത്. നമുക്ക് അവർ രണ്ടുപേരെ ഫൈറ്റ് സീൻ വെച്ച് കണ്ടാൽ തന്നെ അറിയാം, ജാക്കി ചാൻ അത്രയ്ക്ക് ആൾക്കാരെ അറ്റാക്ക് ചെയ്യത്തില്ല. അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞവർ അവരെ സ്വന്തം അറ്റാക്ക് വെച്ച് തന്നെ അവർ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യണ പോലെയാണ് ജാക്കി ചാന്റെ ഫൈറ്റ് വരത്തുള്ളൂ. മോസ്റ്റ്ലി ഡിഫൻസ് മോഡലാണ്. പക്ഷെ ഡാനിയലിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയല്ല, എടുത്തിട്ട് എല്ലാവരും എടുത്തിട്ട് മെഴുക്കാണ് ഈ കറാട്ടെ ആക്ഷൻ വെച്ച്. ഈ അവസാനത്തെ സ്കൈലൈൻ ഫൈറ്റ് സീനാണ് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ്. സോ ഇതിൽ നമുക്ക് ലീ ഫാങ്ങിനെ കാണാം. പുള്ളിക്കാരൻ പുതിയൊരു കറാട്ടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ആ ബാൻഡിറ്റ്സ് ഒക്കെ വെച്ചിട്ട്. ഇതുവരെ ഈ സിനിമയുടെ മെയിൻ വില്ലൻ ആരെന്ന് അറിയത്തില്ല. ഈ ലാസ്റ്റ് ഫൈറ്റ് ആരെ കൂടെ ആണെന്ന് അത് നമ്മൾ ഇനി സിനിമ വരുമ്പോൾ തന്നെ അറിയണം, ഇല്ലെങ്കിൽ സെക്കൻഡ് ട്രെയിലറോ എന്തെങ്കിലും വരുമ്പോൾ തന്നെ നോക്കണം. എല്ലാം കൊണ്ടൊരു അടിപൊളി ട്രെയിലറാണ്. ഈ എടുത്തു പറയണമെങ്കിൽ ഈ സിനിമാട്ടോഗ്രാഫി ആൻഡ് മ്യൂസിക് അടിപൊളിയാണ്. പിന്നെ സിനിമ അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഈ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് കമന്റ് സെക്ഷനിൽ ഇടുക. പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.